ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ബി.ജെ.പിയിൽ തർക്കം രൂക്ഷം. പാലക്കാട്ടെ തോൽവിയിൽ കെ സുരേന്ദ്രനെതിരെ പടയൊരുക്കം. സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ വീഴ്ച പറ്റിയെന്നാണ് കൃഷ്ണദാസ് പക്ഷത്തിന്റെ ആരോപണം. സന്ദീപ് വാര്യരെ അപമാനിച്ച് ഇറക്കിവിട്ടതിന് പിന്നിൽ ഔദ്യോഗിക പക്ഷത്തിന്റെ കടും പിടുത്തമെന്നും വിമർശനമുണ്ട്. ബി.ജെ.പിയുടെ അടിത്തറയ്ക്കല്ല മേൽക്കൂരയ്ക്കാണ് പ്രശ്നമെന്ന് ദേശീയ കൌൺസിൽ അംഗം എൻ ശിവരാജൻ ആഞ്ഞടിച്ചു. തോൽവിയിൽ സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖറും അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന VS രഞ്ജിത്തും ഇക്ബാൽ അറക്കലും നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്. ആദ്യം VS രഞ്ജിത്തിലേക്ക്. VS രഞ്ജിത്ത്, PK കൃഷ്ണദാസ് അല്ലേ അന്ന് കോർ കമ്മിറ്റിയിൽ ഈ സന്ദീപ് വാര്യരെ ഉടൻ തന്നെ പുറത്താക്കണം, സന്ദീപ് വാര്യർ ആദ്യ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോഴേ പുറത്താക്കണം എന്ന് ആവശ്യപ്പെട്ടു എന്ന രീതിയിൽ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ സന്ദീപ് പുറത്തു പോയതിന് അത് സുരേന്ദ്രൻ പക്ഷം കാരണമാണ് എന്ന ഒരു വാദത്തിലേക്ക് അവർ മാറുകയാണോ? എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഈ തോൽവിക്ക് ശേഷം പാർട്ടിക്കുള്ളിൽ, സംസ്ഥാന നേതൃത്വത്തിനുള്ളിൽ ഉയരുന്ന തർക്കങ്ങൾ? സുജിയ, സ്വാഭാവികമായിട്ടും പാലക്കാട് വലിയ വിജയം പ്രതീക്ഷിച്ചാണ് BJP തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങിയത്. പാലക്കാട്ടുകാരനായ സി കൃഷ്ണകുമാർ മത്സരിക്കുന്നതോടുകൂടി തന്നെ വലിയ മുന്നേറ്റം മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്നായിരുന്നു BJP നേതൃത്വം പ്രതീക്ഷിച്ചത്. ആ രീതിയിലാണ് സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചുകൊണ്ട് അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചു. എന്നാൽ പ്രതീക്ഷയ്ക്ക് വിപരീതമായി മുനിസിപ്പാലിറ്റിയിൽ വലിയ തിരിച്ചടി ഉണ്ടാവുകയും മറ്റിടങ്ങളിൽ പ്രതീക്ഷിച്ച മുന്നേറ്റം സാധിക്കാതെ വരികയും ചെയ്തതോടുകൂടി 2016 ശോഭാ സുരേന്ദ്രൻ പിടിച്ച അതേ ശതമാനം വോട്ടിലേക്ക് BJPക്ക് തിരിച്ചു പോകേണ്ടി വന്നു എന്നുള്ള വലിയൊരു ദുർഗതി സംഭവിക്കുകയും ഇതിനെതിരെയാണ് ഇപ്പോൾ നേതാക്കൾ പരസ്യമായി രംഗത്ത് വരുന്നത്. ഇന്നലെ സംസ്ഥാന വക്താവായിട്ടുള്ള സന്ദീപ് വാചസ്പതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ പരിശോധിച്ചാൽ അദ്ദേഹം വളരെ കൃത്യമായൊരു കേഡർ പാർട്ടിയിൽ സാധാരണഗതിയിൽ നേതാക്കന്മാർ പറയാത്ത വിധത്തിൽ തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യം, ഈ കെ സുരേന്ദ്രനെ പോലെ സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് നിരീക്ഷണം നടത്തിയ നിയന്ത്രിച്ച ഒരു തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ വോട്ട് ചോർച്ചയുണ്ടായത് ഗൗരവതരമാണ്. പല വിഷയങ്ങളെയും പ്രതിരോധിക്കാൻ BJP നേതൃത്വത്തിന് സാധിച്ചില്ല എന്ന് പരസ്യമായി അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നു. അതുപോലെ തന്നെ വി ഗോപാലകൃഷ്ണനെ പോലുള്ള നേതാക്കന്മാർ പറയുന്നത് തിരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ചൊക്കെ പാർട്ടി അധ്യക്ഷനോട് ചോദിക്കണമെന്നുള്ളതാണ്. അല്പം മുമ്പ് വി മുരളീധരനും പ്രതികരിച്ചത് അതൊക്കെ പാർട്ടി അധ്യക്ഷൻ പറയട്ടെ എന്ന മട്ടിലാണ്. എന്ന് പറഞ്ഞാൽ സംസ്ഥാന നേതൃത്വത്തിൻ്റെ, ഔദ്യോഗിക നേതൃത്വത്തിൻ്റെ വീഴ്ച എന്ന മട്ടിൽ തന്നെയാണ് നേതാക്കന്മാർ മുഴുവൻ ഇതിനെ കാണുന്നത്. കാരണം പാർട്ടി കൂട്ടായി അതിന് മറുപടി പറയാൻ സാധ്യമല്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇത് PK കൃഷ്ണദാസ് വിഭാഗത്തിൻ്റെ മാത്രമല്ല പാർട്ടിയുടെ മറ്റ് ഗ്രൂപ്പുകളുടെയും ഒക്കെ അഭിപ്രായമായി മാറുകയും ചെയ്യുന്നു. ഇപ്പോൾ PK കൃഷ്ണദാസ് വിഭാഗം കോർ കമ്മിറ്റി വിളിച്ചു ചേർത്ത് പരാജയത്തിൻ്റെ കാരണങ്ങൾ വിശദമായി പരിശോധിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായി 2 കാര്യങ്ങളിലാണ് വിമർശനമുള്ളത്. ഒന്ന്, സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അത് മുനിസിപ്പാലിറ്റിയിലുള്ള എതിർപ്പുകളെ മറികടന്നുകൊണ്ട് ആവണമായിരുന്നു. മുനിസിപ്പാലിറ്റിക്കകത്ത് സി കൃഷ്ണകുമാറിനും അദ്ദേഹത്തിൻ്റെ ഭാര്യ മിനി കൃഷ്ണകുമാറിനും എതിരെയുള്ള വലിയ എതിർപ്പ് പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. അതിനെ മറികടന്നുകൊണ്ട്, അതിനെ അനുനയിപ്പിച്ചുകൊണ്ടാവണമായിരുന്നു സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കേണ്ടത്. അതുണ്ടായില്ല എന്നൊരു അഭിപ്രായമുണ്ട്. അതോടൊപ്പം തന്നെ സന്ദീപ് വാര്യരെ ആ യോഗത്തിൽ നിന്ന് ഇറക്കിവിട്ട് കസേര കൊടുക്കാതിരുന്നതും അതിനുശേഷം സന്ദീപ് വാര്യർ പിണങ്ങി നിന്നപ്പോൾ അദ്ദേഹത്തെ അനുനയിപ്പിക്കാതിരുന്നതും വീഴ്ചയായി എന്നുള്ളതാണ്. ആ ഘട്ടത്തിൽ PK കൃഷ്ണദാസ് സന്ദീപ് വാര്യരെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്ന രീതിയിൽ വാർത്തകൾ വന്നിരുന്നു. പിന്നീട് അദ്ദേഹം അത് എതിർക്കുകയും ചെയ്തു. കാരണം ആ സമയത്ത് അങ്ങനെ ഒരു കോർ കമ്മിറ്റി യോഗം പോലും നടന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദം. ഏതായാലും പാർട്ടിക്കുള്ളിൽ സന്ദീപ് വാര്യരെ പുറത്താക്കിയത് സന്ദീപ് വാര്യരുടെ മാത്രം വിഷയമല്ല, എല്ലാവരെയും കൂട്ടിച്ചേർത്ത് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നേതൃത്വത്തിന് വീഴ്ച പറ്റി എന്ന രീതിയിൽ തന്നെയാണ്. മറ്റൊന്ന്, സി കൃഷ്ണകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ വീഴ്ച പറ്റി. ഇപ്പോൾ ശിവരാജനെ പോലുള്ള നേതാക്കന്മാർ പറയുന്നത് ശോഭാ സുരേന്ദ്രൻ്റെ പേര് പാർട്ടി നേതൃത്വം ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് സുരേഷ് ഗോപിയെ പോലെ, രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഉള്ള നേതാക്കന്മാരൊക്കെ ശോഭാ സുരേന്ദ്രൻ്റെ പേര് മുന്നോട്ട് വെച്ചിട്ടും കൃഷ്ണകുമാർ എന്ന ഒറ്റ പേരിലേക്ക് നേതൃത്വം കടുംപിടുത്തത്തിലേക്ക് എത്തി എന്നുള്ളതുമായിരുന്നു വലിയ വിമർശനം. ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ജനുവരിയിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഈ സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ സുരേന്ദ്രൻ മാറണം എന്നുള്ളൊരാവശ്യം PK കൃഷ്ണദാസ് വിഭാഗം നേരിട്ടുള്ളതാണ്. പൂർത്തിയാകുന്ന സുരേന്ദ്രൻ കാലാവധി പൂർത്തിയാക്കി ഇറങ്ങണം എന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ ഉയരുന്ന വലിയൊരു വാദമെന്ന് പറയുന്നത്.
ഓക്കെ, തിരികെ എത്താം വി എസ് രഞ്ജിത്തിലേക്ക്. പി കെ കൃഷ്ണദാസിനെ അടക്കം നമുക്ക് ടെലിഫോൺ ലൈനിൽ ശ്രമിക്കുകയും ചെയ്യാം. ഇതാണോ അവരുടെ തീരുമാനം? എന്തുകൊണ്ട് നേരത്തെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയ വേളയിൽ എല്ലാവർക്കും സ്വീകാര്യനായ സ്ഥാനാർത്ഥി എന്ന നിലയിൽ സി കൃഷ്ണകുമാറിനെ അപ്പോൾ അവതരിപ്പിച്ചത് കെ സുരേന്ദ്രന്റെ മാത്രം തീരുമാനമായിരുന്നു? അങ്ങനെയാണോ ഇപ്പോൾ പുറത്തു കേൾക്കുന്ന ഈ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ മഹാരാഷ്ട്രയെക്കുറിച്ചായിരുന്നു വി മുരളീധരന്റെ മറുപടി. സന്ദീപ് വാര്യർ പോയത് തിരിച്ചടിയാണോ എന്ന ചോദ്യത്തിനും മുരളീധരൻ മറുപടി നൽകിയില്ല. കഴിഞ്ഞ 3 മാസമായിട്ട് പാർട്ടി എന്നെ ഏൽപ്പിച്ച ചുമതല മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളായിരുന്നു. അതുകൊണ്ട് പാലക്കാടും ചേലക്കരയും വയനാട്ടിലുമൊക്കെ പ്രചരണത്തിന് പോയി എന്നുള്ളതിനപ്പുറത്ത് വിശദാംശങ്ങൾ എനിക്ക് അറിയില്ല. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ സംസ്ഥാന പ്രസിഡന്റ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കുന്നത് നല്ലതായിരിക്കും. പാലക്കാട് സന്ദീപിനെ പോലൊരു നേതാവ് പാർട്ടിയിൽ നിന്നും പോയത് തിരിച്ചടിയായിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ബി ജെ പിയിൽ തർക്കം രൂക്ഷം. പാലക്കാട്ടെ തോൽവിയിൽ കെ സുരേന്ദ്രനെതിരെ പടയൊരുക്കം. സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ വീഴ്ച പറ്റിയെന്നാണ് പി കെ കൃഷ്ണദാസ് പക്ഷത്തിന്റെ ആരോപണം. സന്ദീപ് വാര്യരെ അപമാനിച്ച് ഇറക്കിവിട്ടതിന് പിന്നിൽ ഔദ്യോഗിക പക്ഷത്തിന്റെ കടുംപിടുത്തമെന്നും വിമർശനമുണ്ട്. ബി ജെ പിയുടെ അടിത്തറയ്ക്കല്ല മേൽക്കൂരയ്ക്കാണ് പ്രശ്നമെന്ന് ബി ജെ പി ദേശീയ കൌൺസിൽ അംഗം എൻ ശിവരാജൻ ആഞ്ഞടിച്ചു. തോൽവിയിൽ സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖറും അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. ഇക്ബാൽ അറക്കൽ ചേരുന്നു. ഇക്ബാൽ അറക്കൽ, ബി ജെ പി ജില്ലാ നേതൃത്വം ഈ തോൽവി തങ്ങൾ ഏറ്റെടുക്കുന്നു, തങ്ങളുടെ പാളിച്ചയാണ് എന്ന് ജില്ലാ പ്രസിഡന്റിലൂടെ പറയുന്നതാണ് ഇന്നലെ നമ്മൾ കേട്ടത്. എൻ ശിവരാജനടക്കം നേരത്തെയും എതിർസ്വരം ഉയർത്തിയിട്ടുണ്ട്. ജില്ലയിൽ ഒരു എതിർ ക്യാമ്പായി തന്നെ പ്രവർത്തിച്ചിരുന്നു എന്നതാണോ ഇപ്പോഴുയരുന്ന ഈ എതിർസ്വരങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടത്? BJP നേതാക്കൾക്കിടയിലെ ഒരു വിഭാഗം നേതാക്കളാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിനെതിരെയും അതുപോലെ തന്നെ സംസ്ഥാന അധ്യക്ഷന് നേരെയും ഇത്തരത്തിൽ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വിലയിരുത്തി മുന്നോട്ട് പോകുന്നത്. അതായത് പൂർണ്ണമായും സംസ്ഥാന നേതൃത്വത്തിന് അല്ലെങ്കിൽ ജില്ലാ നേതൃത്വത്തിന് പറ്റിയ പാളിച്ചകൾ, വീഴ്ചകളാണ് ഇത്രയും വലിയൊരു തിരിച്ചടി അല്ലെങ്കിൽ വലിയൊരു തോൽവി BJPക്ക് ഉണ്ടാവാൻ കാരണം. സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ കൃത്യമായി തന്നെ അതൃപ്തി പ്രകടിപ്പിച്ചതായിരുന്നു. വിജയസാധ്യതയുള്ള മറ്റ് സ്ഥാനാർത്ഥികളെ കൊണ്ടുവരണമെന്ന് നേതൃത്വത്തോട് ആവശ്യപ്പെടുകയും നിർദ്ദേശം നൽകുകയും ചെയ്തതെന്നാണ് ദേശീയ കൗൺസിൽ അംഗമായ എൻ ശിവരാജ് ഉൾപ്പെടെ പറയുന്നത്. പക്ഷേ ഇക്കാര്യങ്ങളൊന്നും നേതൃത്വം മുഖവിലേക്ക് എടുത്തില്ല. അതാണ് ഇത്തരം വലിയ രീതിയിലൊരു തിരിച്ചടി BJPക്ക് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് തന്നെ ഈ പാളിച്ചകളെല്ലാം മാറ്റി വീഴ്ചകളെല്ലാം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലേക്ക് പാർട്ടി കടക്കുമെന്ന് തങ്ങൾ പ്രതീക്ഷിക്കുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി തന്നെ അല്ലെങ്കിൽ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായി തന്നെ ഇത്തരം പാളിച്ചകളും വീഴ്ചകളും തങ്ങൾ പരിഹരിക്കുമെന്നാണ് എൻ ശിവരാജ് പറയുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ BJPയുടെ ജില്ലാ കമ്മിറ്റി അംഗമായ തരൂർ സുരേന്ദ്രനും ഇപ്പോൾ നേതൃത്വത്തിനെതിരെയും അതുപോലെ തന്നെ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയായ സി കൃഷ്ണകുമാറിനെതിരെയും വലിയ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുള്ളത്. അതായത് ജില്ലയ്ക്ക് പുറത്തു നിർത്തിയ നേതാക്കൾക്കും പ്രവർത്തകർക്കും അമിതമായി പ്രാധാന്യം നൽകി, ജില്ലയ്ക്ക് അകത്തുള്ള നേതാക്കൾക്കോ അല്ലെങ്കിൽ പ്രവർത്തകർക്കോ കാര്യമായി പരിഗണന നൽകിയില്ല, അവരുടെ വാക്കുകൾക്ക് കൃത്യമായിട്ടുള്ള ഒരു പരിഗണന നൽകിയില്ല. അത് പ്രവർത്തകർക്കിടയിൽ വലിയ രീതിയിൽ ചർച്ചയായി. അതാണ് ഇത്തരം വലിയ രീതിയിലൊരു തിരിച്ചടി BJPക്ക് ഉണ്ടായത്. പാർട്ടിക്കകത്തെ വിഭാഗീയത അതും തെരഞ്ഞെടുപ്പിലെ തോൽവിയെ ബാധിച്ചു എന്നും തരൂർ സുരേന്ദ്രൻ വ്യക്തമാക്കുകയായിരുന്നു. ഏതായാലും ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൃത്യമായി തന്നെ സംസ്ഥാന നേതൃത്വത്തിനും ജില്ലാ നേതൃത്വത്തിനും തങ്ങൾ കത്തയക്കുമെന്നും എന്താണ് തോൽവിക്ക് കാരണമായത് ആ കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾക്കെല്ലാം ഒരു നടപടി വേണമെന്നാണ് ഈ നേതാക്കളുടെ എല്ലാം ആവശ്യം.